ഞാനേ നീ ഇന്ന് രാവിലെ വണ്ടി വരുമ്പോ എന്താ പറഞ്ഞേ? ഉറക്കത്തിൽ ആരാണ് കൂട്ടം പിടിക്കുന്നത്? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. സ്പെഷ്യലി ഞാൻ പറയുന്നുണ്ടാവുക വൃത്തിയുടെ കാര്യത്തിലാണ്. ഞാൻ വൃത്തിയും മനയില്ലാത്ത ആളൊന്നല്ല, അങ്ങനെയല്ല പറയണേ. ഇപ്പൊ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ എൻ്റെ വൈഫ് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ കൂട്ടുകാരനോട് തന്നെ പറയാം, കൂട്ടുകാരൻ എന്ന് പറയുന്ന സാധനം അങ്ങനല്ല. അവന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവനെ നമ്മൾ കുത്തി നോക്കണം. അപ്പോഴാണ് അവൻ നമ്മുടെ സങ്കടത്തിൽ കുത്തി നോക്കാൻ വേണ്ടിട്ട് വരുള്ളൂ. ആരാധകരെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളൊരു ചോദ്യം ഒരു റീലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു മറുപടി ഭയങ്കര രസമുള്ള സാധനമാണ്. ആരാധകർ ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരാണ്. സ്നേഹമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും അവർക്ക്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ തെറ്റുകൾ പോലും അവർ ഭയങ്കരമായിട്ട് എടുത്ത് നമ്മളെ വിമർശിക്കുന്നു. കൺമുഷിയുടെ അതിന്റെ ക്യാരക്ടറിലേക്ക് മാറിയപ്പോൾ തെയ്യം ആ ഒരു സെറ്റപ്പ് എല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര ഒന്നാമത് മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര രസമായിട്ടുണ്ട്. മൊത്തത്തിൽ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഓരോ മൂവ്മെന്റ് ഷോട്ടുകളാണ്. അതിന്റെ ആ കഥ എന്താണോ ആ കഥയിലേക്ക് ആൾക്കാർ ഇന്നാവാൻ പ്രധാന കാരണങ്ങളിലൊന്നാണ് ടൈറ്റിൽ ഗാർഡിസ്. പാമ്പിന്റെ പിഒവിയിലാണ് ടൈറ്റിൽ ഗാർഡിസ് കാണിക്കുന്നത്. ഒരു സർപ്പം അല്ലെങ്കിൽ അത് ഈ കഥയിലെ ഒരു പാമ്പ് കാണുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സർപ്പം കാണുന്ന രീതിയിലാണ് കഥ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ, വളരെ രസകരമായിട്ടുള്ള ആവശ്യം വരും. കിസ് ഓർ സ്ലാപ്പ്. ഇതില് ഓരോന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ അതിന്റെ മുമ്പ് ഒരു കാര്യത്തിൽ എനിക്കിവിടെ തീരുമാനം ഉണ്ടാക്കണം. എന്താണ് ഈ കിസ് എന്ന് പറഞ്ഞ ഏത് ഏരിയ ആയിട്ട് വരും? ഞങ്ങൾക്ക് ബീപ്പ് ഇടാൻ പറ്റാത്ത രീതിയിൽ എന്തുള്ള ഞാൻ എടുക്കാം. ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ബെസ്റ്റ് ഫ്രണ്ട് നെയിം എന്റെയാണോ ഇവളുടെ ആണോ? ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിമോ? ആമ്പോ അത് പറഞ്ഞ വേറെ പ്രശ്നമുണ്ട്. ഇവളുടെ ബാക്കി ഫ്രണ്ട്സ് വന്നിട്ട് ഇവളെ സ്ലാപ്പ് ചെയ്യും. ബെസ്റ്റ് ഫ്രണ്ട് ഭയങ്കര ഫ്രണ്ടാ, അവര് തമ്മിൽ ഡെയിലി കോണ്ടാക്ട് ഇല്ല. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും കൂടുതൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇവര് തമ്മിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്, തിക് ഫ്രണ്ടാ. ആണോ? വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും വേണ്ടിയിരുന്നു. ആരാണ് ആ പേര്? ഞാൻ പറയട്ടെ, സ്മൃതി. ആണോ? എന്നാ ഞാനൊന്ന് വാങ്ങി മരിക്കും. ആ പോലെ മറ്റേ സാധനം നമ്പർ 2. ഫേവറേറ്റ് കളർ. ഞാൻ അങ്ങോട്ട് പറയണം. അല്ലാണ്ട് ഞാനല്ലേ പറഞ്ഞേ? ബ്ലാക്ക്. മൂക്ക് മറ്റേ പൂമ്പാറ്റയിൽ കുടുക്കി. പൂമ്പാറ്റ ബ്ലാക്ക് ആണല്ലേ ഇഷ്ടമുള്ള? ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ, ഞങ്ങളുടെ ഫേവറേറ്റ് സോങ്. അയ്യോ, അത് ചിലപ്പോ എന്താ സംഭവിച്ചാലേ ഞാൻ ക്ലൂ പറയുന്നില്ല. ഈ മറ്റേ അജിത്തിന്റെ വിശ്വാസത്തിലെ പാട്ടില്ലേ, കണ്ണാനെ കണ്ണേ, അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു പപ്പാകളാണ്. ഞാൻ പപ്പാകളാണ്. സോ അറ്റ്ലീസ്റ്റ് ഡെയിലി വൺസ് എങ്കിലും ഞാൻ ആ പാട്ട് കേട്ടിരിക്കും. ഫേവറേറ്റ് മൂവി അങ്ങനൊരു കൊടുക്കാനുള്ള ചാൻസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു പടം പറയണെങ്കിൽ അതാ പ്രശ്നമായി. ഞാൻ ആക്ച്വലി പടം ഇവളുടെ ഫേവറേറ്റ് മൂവി അല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സിനിമ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഒരു സിനിമ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഒരു സീക്വൻസ് ഭയങ്കര ഇഷ്ടമാണ്. ആ സീക്വൻസ് ഒരു പക്ഷെ ഞങ്ങൾ തമ്മിൽ ചിലപ്പോ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പോലും ആ സീക്വൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ പണക്കം മാറുക അല്ലെങ്കിൽ ഇഷ്ടം കൂടുക, അങ്ങനത്തെ പരിപാടി. അതായത് മറ്റേ അതന്നെ പാട്ടന്നെ ആ മറ്റേ ഒളിമ്പ്യൻ അന്തോണിയുടെ സിനിമയിലെ നിലാ പൈതലേ എന്ന് പറഞ്ഞ
ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ എനിക്ക് കുറച്ച് വേഷം തരണേ ആരെങ്കിലും. ഫേവറേറ്റ് ഫുഡ്? സിമ്പിൾ, വെരി സിമ്പിൾ. മോസ്റ്റ് ഓഫ് ദ ആമ്പിള്ളേരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫുഡ് ആയിരിക്കും അത്. ഇയാൾക്ക് പക്ഷെ അങ്ങനെ ഫേവറേറ്റ് കറക്റ്റ് ആയിട്ട് പറയണം. പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് തള്ളാലല്ലേ? പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞു. എനിക്ക് കിട്ടിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഞാനേ നീ ഇന്ന് രാവിലെ വണ്ടിയിൽ വരുമ്പോ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? മെല്ലെ മെല്ലെ മെല്ലെ. അങ്ങ് അലിയിപ്പിച്ചു ഞാൻ ശരിക്കും അടിക്കും. ബിരിയാണി. ബിരിയാണി അത് നല്ല കോഴിക്കോടൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒന്നും നോക്കില്ല. എന്താ ഫേവറേറ്റ് പ്ലേസ്? പോവാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മിക്കവാറും ഇന്റർവ്യൂ കഴിഞ്ഞ് അടി ഉണ്ടാവാനുള്ള സാധ്യത എല്ലാം കാണും. അതെ അതെ അതെ, അതിലേക്കുള്ള നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. അയ്യോ, ഗോസ്റ്റ് ഹൗസിൽ പറഞ്ഞു നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഇത് ഇവക്ക് എബ്രോഡ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് 2-3 സ്ഥലങ്ങളുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ദുബായ്, ഓസ്ട്രേലിയ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. UK, അത് UK മറ്റേ മഞ്ഞ് വീഴുന്ന സമയത്ത് പോണം. ഓസ്ട്രേലിയ ആണ് ഫസ്റ്റ് പ്ലേസ്. എനിക്ക് ഓസ്ട്രേലിയ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പോവാത്തോണ്ട് എനിക്ക് അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാം ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ ഒരു കണ്ട് പഠിക്കണം. അല്ല, അങ്ങനെ വർത്താനം പറഞ്ഞല്ല, ഞങ്ങൾ മാക്സിമം സംസാരിക്കും. പിന്നെ ഞങ്ങൾ 2 പേരും തന്നെ ഉള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടോ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം അവിടെ പോകണം എന്ന്? ഈ വർഷം പോകും. ഒരു പരിപാടി പ്ലാൻ ചെയ്യാനാണ് അല്ലേ? ഈ വർഷം പോയില്ലേ? അല്ല, ഈ വർഷം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നോക്കാം. കഴിഞ്ഞ വർഷം തന്നിരുന്നു, അതുകൊണ്ടാ. എനിക്ക് വാക്കെല്ലാം നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി വർഷങ്ങളുണ്ടല്ലോ. അല്ലെ, ജീവിതം കൊണ്ട് നമുക്ക് തെളിയിക്കേണ്ടതാണ്. അതെവിടെ തൂക്കിയിടുന്നല്ലേ പറഞ്ഞേ? കുഴപ്പമില്ല. അയ്യോ, നമ്മുടെ ഒരു കിസ് മിസ്സായി. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് കുട്ടിക്കങ്ങള് ഇത് കൊള്ളാലോ. ഫേവറേറ്റ് ഡ്രസ്സോ? നിന്റെയാണോ എന്റെയാണോ? ഇവളുടെ ഡ്രസ് ഞാൻ പറയല്ലേ വേണ്ടേ? അല്ല, ഞാൻ അവിടെ പറയല്ലേ. എന്റെ ഡ്രസ് ഇവള് പറയാ വേണ്ടേ? അതിന് ഷർട്ടും പാൻറ്റും അല്ലാണ്ട് വേറെ എന്താ കൊടുക്കാറില്ല? ഷർട്ടും പാൻറ്റും അല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഇത് ഷർട്ടാണോ? ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്താ. ആനിവേഴ്സറി ഗിഫ്റ്റാ. തിരിച്ചു വെക്ക എന്താ ഇവളെനിക്ക് വാങ്ങി തന്നില്ലേ, പിന്നെ ഞാൻ വാങ്ങി കൊടുക്കണേ. ഞാൻ അവൾക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവള് വാങ്ങി തന്നെ ഞാൻ തിരിച്ചു കൊടുത്താവില്ലേ? ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകാം. ശരിയാ, വളരെ നല്ല കാര്യം അത്. എപ്പോഴും അത് നമുക്ക് വൈഫ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തരും. ആ വാങ്ങി തന്ന സാധനം നമ്മൾ ഒരിക്കലും തിരിച്ചു കൊടുക്കും. അത് തിരിച്ചു കൊടുക്കും. ലിപ്സ്റ്റിക്. അല്ല, അത് ശരി. അത് എല്ലാ ആണുങ്ങളും അല്ലെ, അത് അങ്ങനെയാണ്. ചിലപ്പോ ഭാര്യമാര് ചിലപ്പോ വഴക്കുണ്ടാക്കും, എനിക്കൊന്നും മേടിച്ചെന്നില്ലെന്ന്. അവരുടെ ഉള്ളിലുള്ള മനസ്സൊന്നും നിങ്ങൾ കാണാതിരിക്കരുത്. അപ്പൊ തിരിച്ചാര് കാണും? ഞാൻ പഠിത്തൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ റീലിൽ കുട്ടി പറയുന്നത്, ഇവര് ബേസിക്കലി വെറും പാവങ്ങളാണ് ഈ ആണുങ്ങള് പറഞ്ഞ. 6 അടി പൊക്കം ഉണ്ടാവും, വലിയ രൂപം ഉണ്ടാവും. നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് ഇവര് കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കുക പാവങ്ങള് എന്ന് പറഞ്ഞ കുട്ടിയുടെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇവൾക്ക് ഞാൻ അയച്ചു കൊടുക്കും. ഇവിടെ ചീത്ത പറഞ്ഞ അപ്പൊ ഞാൻ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമില്ലാണ്ട് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് തരണം ചെയ്ത് വന്നിട്ടിരിക്കുക. എന്താണ് അടുത്ത പ്ലാനുകളൊക്കെ? അടുത്ത പരിപാടി? മുനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ട്. മുനാസിന്റെ ഒരു പടം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആര്യവൃത്തം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ 1-2 സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ ശ്രീവരുൺ ചേട്ടൻ്റെ ഒരു പടമുണ്ട്. പിന്നെ ഷാരോണിന്റെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ അത് കുറച്ചായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ്. പക്ഷെ അത് പല പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോയി. ഇപ്പൊ അത് റീസെന്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഒരൊറ്റ കാര്യം, നമുക്കൊരു ഇപ്പൊ 2 പേർക്കോട്ടോ, ഞാൻ ഇപ്പൊ അനുവിന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കൂട്ടുകാരോട് ഷെയർ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലവര് ഫാമിലിയിലേക്ക് എത്തിക്കുന്നത്. ആദ്യം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനോടായിരിക്കും എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറി പോരാനാണ് ഇത്തിരി പാടുള്ളത്.
ബാക്കി സിറ്റുവേഷൻ നമുക്ക് ഈസി ആയിട്ട് പോരാൻ വിഷമം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോരാൻ ചിലപ്പോൾ ഇത്തിരി പണിയായിരിക്കും. അപ്പൊ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ എൻ്റെ വൈഫ് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ കൂട്ടുകാരനോട് തന്നെ പറയാം. പക്ഷെ ഇവളോട് പ്രവിയോണ്ടല്ലേ ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രവിയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും പറയാ. ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ കുറെ കാര്യം എന്റെ അനിയൻ അറിയാണ്ട് എന്റെ ലൈഫിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. എന്ത് ഒരു മേജർ ഡിസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ആക്ടിവിറ്റി നടക്കണമെങ്കിൽ അത് എന്റെ അനിയൻ നടക്കുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഷെയർ ചെയ്യും. പിന്നെ ഇവക്കും ഇവളുടേതായിട്ടുള്ളൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് വേണം. അതൊരു നമ്മളൊരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ഭാര്യയാണെന്ന് കരുതിയിട്ട് അവരുടെ ഗ്രാബ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം. അവർ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സമയം ഉണ്ടാവും. ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കും ഉണ്ടാവും. പക്ഷെ കൂട്ടുകാരൻ എന്ന് പറയുന്ന സാധനം അങ്ങനല്ല. അവന് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സ്പേസ് കൊടുക്കരുത്. അവന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവനെ നമ്മൾ കുത്തി നോക്കണം. അപ്പോഴാണ് അവൻ നമ്മുടെ സങ്കടത്തിൽ കുത്തി നോക്കാൻ വേണ്ടിട്ട് വരുള്ളൂ. അതായത് എനിക്കിപ്പോഴും പ്രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ്. എന്നാണോ എനിക്ക് പ്രവീനെ കണ്ടത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സെയിം ടൈം അവനുമാണ്. ആദ്യമായിട്ട് എന്നാണോ കണ്ടത് എന്നുള്ള എന്റെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ട് സൗഹൃദത്തിലാണ്. മണിക്കൂട്ടനായാലും ശ്രീരാമായാലും ആന്റണി ആയാലും അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള നമ്മുടെ കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ അവര് അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരോട് തന്നെയാണ് മാക്സിമം. പ്രവിയാണ് ജീവിതത്തില് എപ്പോഴും എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പേരാണ്. അവരാണ് കണ്ണപ്പൻ. ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചോട്ടെ, ഒന്ന് പ്രവീനെ ജസ്റ്റ് ഒന്ന് വിളിക്കാമോ? ഇപ്പഴാ ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയരുത്. പിന്നെ റിപ്ലൈ ഒന്നും എന്താണെന്ന് ഇവിടേക്ക് വരുന്നത് മൂപ്പർക്ക് അറിയാം. ആണോ? കോളിലായിരിക്കും പാപം. മനസ്സിലായി. അതുകൊണ്ടല്ല അവനെ രാവിലെ IT ആണ് TCS വർക്ക് ചെയ്യണം. അപ്പൊ രാവിലെ വർക്ക് ചെയ്യാം, കോളിലാവും ചിലപ്പോ. അതുകൊണ്ട് കട്ട് ചെയ്താവും. മിക്കവാറും ഇപ്പൊ മെസ്സേജ് അയക്കുണ്ടാവും. മെസ്സേജ് വന്നാലേ ഒന്നും വിചാരിക്കരുത്. എന്റെ കൂട്ടുകാരനല്ലേ, എല്ലാ കൂട്ടുകാരും തന്നെ ഞാൻ വിളിക്കുമ്പോ അപ്പൊ കട്ട് ചെയ്യും. സ്നേഹം കൊണ്ടാ ചിലപ്പോ അത്ര സ്പേസ് ഉണ്ടാവില്ല, കുറെ നേരം സംസാരിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് വിളിക്കുന്നുണ്ട്. എടാ ഐ ലവ് യു. ഐ ലവ് യു. ഓക്കെ മിസ് യു. എടാ തോന്നിയായിരുന്നല്ലേ, അല്ലാണ്ട് എന്നോട് ഇതൊക്കെ ആരെല്ലാം പറയടാ. എന്തോ ബ്രോനെ കുറിച്ച് 2 വാക്കൊന്ന് പൊക്കി പറയാൻ പറഞ്ഞു. എടാ എന്നെ പറ്റിട്ടൊന്ന് നന്നായിട്ട് പൊക്കി പറയടാ പ്ലീസ്. നല്ല പൊക്കത്തിലാണ് നിക്കുന്നത്. പിന്നെ വേറെന്താ? നീ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്, നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ബാക്കി ഐശ്വര്യയെ പറ്റി എന്താ പറയാ, വാക്കില്ല. ആലോചിക്കണല്ലോ. ആത്മാർത്ഥ സുഹൃത്തുക്കാരൻ എങ്ങനെയാണ് അവൻ എന്നെ പറ്റി എത്ര പെട്ടെന്ന് പറഞ്ഞേ. ഞങ്ങളൊക്കെ ഒരേ നാട്ടിൽ നിന്ന് തള്ളി വളർന്ന ആൾക്കാരാണ്. അല്ല തല്ലുകൊണ്ട് വളർന്ന ആളെ. അതൊരു സെഷൻ വെറുതെ പ്ലാൻ ചെയ്താടാ നീ എന്നെ വിളിക്കണതേ. ഇതിപ്പോ ഞങ്ങളുടെ ഇന്റർവ്യൂ, പക്ഷെ എന്നെ പറ്റിട്ട് കൂടുതൽ പറഞ്ഞു. ഇതാണ് പ്രവി. എല്ലാവർക്കും നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ നമ്പർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെടാ. എന്നെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. അല്ല അതാ പറഞ്ഞ ബാക്കി അവിടെ വന്ന് തരാം. എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ വാർത്തകൾ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്തിന് എന്ന് നമുക്ക് ചോദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി വരുന്ന കമന്റുകൾ. ഈ നേരത്തെ പറഞ്ഞില്ല ജാതകം പരിപാടിയൊക്കെ വന്നില്ലേ, ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ററപ്റ്റ് ചെയ്യാണ്ടിരുന്നേ. ഈ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും എടുത്ത് ഷോൾഡർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു എന്തെങ്കിലും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സക്സസ് ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മം കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ആപ്റ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എൻ്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ റിസൾട്ടാണ്. അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും. അതല്ലാണ്ട് ഇതിന് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വേറെ വിശ്വാസങ്ങളിലേക്കും
വേറെ ഈ അനാചാരങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പോകാനേ ഉണ്ടാവുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ദൈവത്തിനെ തൊഴുന്ന ഒരാളാണ്. എനിക്ക് അവിടെ നിന്ന് ഒരുപാട് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന ആളാണ്. എനിക്ക് അങ്ങനെ പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഫീലിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആ അമ്പലത്തിലേക്ക് പോകാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അമ്പലത്തിൽ പോകുന്ന സെയിം ടൈം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റേ എൻ്റെ രീതികൾ അങ്ങനെയാണ്. ഇതൊക്കെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും. ഈ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടയിലാണ് ശരിക്കും. നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുമ്പോഴും നമ്മൾ സൗഹൃദങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ എനിക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈബായിട്ട് ഭയങ്കര തമാശ ലൗഡായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഒരു സ്ഥലത്ത് പോയിട്ട് അടങ്ങിക്കൂടി മിണ്ടാതിരിക്കുന്ന നെഗറ്റിവിറ്റി വരുന്ന സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ തീരെ പറ്റൂല. ഒരു വിഭാഗം ആൾക്കാർ ഇത് പറയുമ്പോൾ വെറുതെ ആണെങ്കിലും ചിലർക്കത് ഇപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അത് ഹേർട്ട് ചെയ്യുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ അതെങ്ങനെ എടുക്കണം എന്നാണ് പറയുന്നത്. ഒരു ചേച്ചി, അപ്പൊ ചേച്ചി കുറച്ച് നേരമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്താണ്, എന്റെ നാവില് പലപ്പോഴും വൃത്തികെട്ട അല്ലെങ്കിൽ വികട സരസ്വതി നമ്മൾ പറയില്ല, അതേപോലെ ചിലപ്പോ വരും. അപ്പൊ ഇവര് ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞത്, കാരണം മുമ്പ് രമ്യ ചേച്ചിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിലെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് കരുതിയിരുന്ന സമയത്ത് എൻ്റെ 1 മാസമോ 2 മാസത്തിന്റെ ഇടയ്ക്ക് 3ഓ 4ഓ സിനിമകൾ വരികയാണ്. 4 സിനിമയിൽ എൻ്റെ ഭാഗമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുഖമുണ്ട്, എൻ്റെ രൂപമുണ്ട്, എൻ്റെ കഥാപാത്രമുണ്ട് 4 സിനിമയിൽ കഴിഞ്ഞ 2024 ലാസ്റ്റ് സമയത്ത്. അപ്പൊ ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞ സമയത്ത്. അപ്പൊ അങ്ങനെ ഹാപ്പിനെസ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു പുറത്ത് വെച്ച് കണ്ടപ്പോൾ ഒരു ചേച്ചിനോട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ ടിവിയിലൊന്നും കാണാനില്ലല്ലോ, ഇപ്പൊ പണിയൊന്നും ഇല്ലേന്ന്. വർക്കൊന്നുമില്ലേ, പണിയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ടിവിയിലൊന്നും കാണാനില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി കാണാത്തോണ്ടാണ്. ഞാൻ ഇപ്പുറത്ത് സിനിമ ഉണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എന്താ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എറിയുന്ന, അവര് ഒന്നും ഉണ്ടായിട്ട് ചോദിക്കാനല്ല, വെറുതെ ചോദിച്ച, പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മളെ ഈ അസഹിഷ്ണുതയാക്കുന്നത്. അസഹിഷ്ണുതരാവരുത് എന്നുള്ളതല്ല പറഞ്ഞത്, ഇത്തരം ചോദ്യങ്ങളുടെ ആവശ്യമില്ല. അവരെന്തോ ചെയ്തോട്ടെ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം? നിങ്ങൾ അന്ന് അയാളെ പറ്റിയിട്ട് മോശമായിട്ട് അങ്ങനെ പറഞ്ഞില്ലേ, എന്തിനാ പറഞ്ഞേ? അയാൾ പറഞ്ഞോട്ടെ, അയാൾക്ക് അയാളുടെ അഭിപ്രായം പറഞ്ഞോടെ. അതെ, വെറുതെ അഭിപ്രായം പറഞ്ഞു ചുമ്മാ പറയുന്ന കുറച്ച് ആളുകൾ. ഇപ്പൊ സിദ്ദീഖിക്ക് ഒരു ഇന്റർവ്യൂ പറയുന്നത് ചിലവരുണ്ട്, കുറെ നാളോ തടിയൊക്കെ വെച്ചല്ല, വെറുതെ ചിലപ്പോ തടി കുറഞ്ഞായിരിക്കും, എന്നാലും വെറുതെ തടിച്ചു പോയല്ല, ചുമ്മാ ഒരു ചോദിക്കും ഇങ്ങനത്തെയൊക്കെ കുറെ പോവാൻ പറ, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ളതൊക്കെ പോവാൻ പറ. പ്രിയങ്ക ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂലേ ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഇഷ്ടം പോലെ തെറിയാണല്ലോ ചേച്ചി തന്നെ. ചേച്ചി പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാം, എന്നെ കമന്റ് ചെയ്യുന്നവരെ ഞാൻ പ്രാകും എന്ന് പറയാം. ആ ചേച്ചി പറയാം, അവന്മാർക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടിയവന്മാർ എന്നെ വിളിച്ച് മാപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാകും. ഞാൻ കുറെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആളാ. അതേപോലെ പറയുന്നില്ല, ഞങ്ങള് പറയുന്നത് പോകാൻ പറ, അത്രേ ഉള്ളൂ. ഇതെല്ലാതും പറയട്ടെ. അപ്പൊ ഇതില് റീസെന്റ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാള് ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങിയുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. കാരണം ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടും, അല്ലെങ്കിൽ ഇവർക്ക് ശേഷം വന്നിട്ടുള്ള, ഇവരുടെ കൂടെ വന്നിട്ടുള്ള സമകാലീനായിട്ടുള്ള ആക്ടേഴ്സും മേക്കേഴ്സും ഒക്കെ ചെയ്ത സിനിമകൾ കൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി തിരിക്കാൻ കാരണമാകുന്നത്. ഇവരുടെ ഇപ്പം അടുത്തൊരു ഈ ആരാധകരെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളൊരു ചോദ്യം ഒരു റീലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു മറുപടി ഭയങ്കര രസമുള്ള സാധനമാണ്. ആരാധകർ ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരാണ്. സ്നേഹമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും അവർക്ക്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ തെറ്റുകൾ പോലും അവർ ഭയങ്കരമായിട്ട് എടുത്ത് നമ്മളെ വിമർശിക്കുന്നു. ഇത് ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്, പക്ഷെ അത് ചില സമയത്ത് നമ്മളതിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യപ്പെടും. ഈ പറയുന്നത് നമ്മളോടുള്ള കെയർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യം കൊണ്ടായിരിക്കാം, പക്ഷെ ആ സമയം സിറ്റുവേഷൻ നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി പോകും. കല്യാണങ്ങളിലൊക്കെ പോണ സമയത്ത് ചില ആൾക്കാർ പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഒരു കല്യാണത്തിന് ഞങ്ങൾ ഭയങ്കര സങ്കടമായിപ്പോയി. അവർ പറഞ്ഞപ്പോൾ ഒരു പബ്ലിക്കായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എന്നിട്ട് കഴിക്കാണ്ട് പോകുന്നു. ആ ഒരു ദിവസം തന്നെ പോയി ഏകദേശം. അതുപോലെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുക എന്നുള്ള ഇത് ഇനിയും സംഭവിക്കുന്നേ. അത് പിന്നെ നമ്മൾ അത് എടുത്തുകൊണ്ട് നടന്നൊരു കാര്യമില്ല. അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളിപ്പോ വീണ്ടും അങ്ങനെ വിഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് പോവില്ലേ? പോട്ടെ, എല്ലാം മാറ്റി വെക്കാം. നമുക്ക് അവസാനമായിട്ട് ചെറിയൊരു സെഗ്മെന്റ് കൂടി ഇതില് നമ്മൾ പൊളിക്കും. He or she. അതിൽ ഒന്നാണ്, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞാൻ. ഉറപ്പായിട്ടും ഒറ്റ വാക്കിൽ ഉത്തരം അതാണ്. ഇതിനു മുമ്പ് ആരെയാണ് ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്തത്? ഇതിനു മുമ്പ് ആരെയാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്?
എന്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. അതാണ് എങ്ങനെ പ്രപ്പോസ് ചെയ്തത്? അതെ, സത്യമായിട്ട് അതെ. അതുകൊണ്ടാണ് എന്റെ എക്സ് മിസ് ആയത്. സത്യമായിട്ട് ചോദിച്ചോക്ക്. എടാ വടിനട്ടും മേടിച്ചു വെച്ചോ. എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് മുട്ടടിക്കലായിരുന്നു. എനിക്ക് മാത്രല്ല, എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള എനിക്ക് തോന്നുന്നു ഒരുവിധം 90s പിള്ളേർക്ക് മുഴുവനും മുട്ടടിക്കലുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മള് മിക്സഡ് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആൾക്കാർക്ക് പെൺകുട്ടികളെ എന്തിനും ഒരു പേടി അല്ലേ, ഒരു ആവശ്യം ഉണ്ടാവില്ല. എന്നാ അവരില്ലാത്ത സമയത്ത് അവരെ പറ്റി അന്യായ തള്ളലുള്ളൂ. അവള് മഞ്ചെന്നറ എനിക്ക് ഉണ്ടാവും, മഞ്ചെന്നറ എനിക്കിത് എല്ലാ സ്കൂളിലും ഉണ്ടാവൂലേ ഒരു നല്ല ഭംഗിയുള്ള കുട്ടീനെ കേട്ടാ. അവള് ഞാനും ചെറിയൊരു പ്രേമത്തിലാണ്. പിന്നെ അങ്ങനെ തള്ളു പറയുന്നിരുന്നല്ലേ, അങ്ങനെ പറയുന്ന ആളാരായിരുന്നു? നമ്മുടെ ഒന്ന് ഞാനായിരുന്നു. പിന്നൊന്ന് വേറെ തന്നെ നമ്മളെന്തിനാ വേറെ ആൾക്കാരെ കുറ്റം പറയണേ? നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെന്താ, അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുട്ടീനെ ഞങ്ങളെ അത് ഇപ്പഴും പറയാറുണ്ട്. ആണോ? ഇപ്പഴും പറഞ്ഞു. സ്കൂൾ ടൈം ഒന്നുമില്ല, ഇപ്പഴും പറയാറുണ്ട്. ഏത് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ്? ആരാണ് പഠിത്താരെ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. ഇഷ്ടാന്ന് പറയും ഞാൻ. ചില ആൾക്കാരെ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഇഷ്ടമായി, അത് പറയും, അത് ഇപ്പോഴും പറയും. ഇത് പറഞ്ഞതിന് ശേഷം മറ്റേ മുകേഷ് ചേട്ടന്റെ അവസ്ഥ, കണ്ണൊക്കെ നിറഞ്ഞ് ഇവളൊക്കെ എല്ലാം സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറഞ്ഞ് നോക്കിയിട്ടുണ്ടോ? ഞാൻ ആ ദേഷ്യത്തിന് അല്ലെങ്കിൽ ആ സങ്കടം മാറ്റാൻ ഞാൻ 3 പാത്രം എക്സ്ട്രാ കഴിക്കും. 2 പപ്പടവും ഓർക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ഈ പെൺകുട്ടികളുടെ ഒരുപാട് ആരാധകരൊക്കെ വരുമ്പോ എപ്പോഴെങ്കിലും പറയാറുണ്ട് ആ മതി മതി എന്നൊക്കെ പറയാറുണ്ടോ? ഞാൻ അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യാം. ചിലതൊക്കെ മിസ് ആവാറുണ്ട്, അപ്പൊ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അത് ഞങ്ങൾ താമസിക്കുന്ന ഇൻഫോപാക്കിന്റെ ഭാഗത്താണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ എന്തുമാത്രം ഭംഗിയുള്ള പെൺപിള്ളേർ അവിടെ. ഞാൻ മാത്രമല്ല, എല്ലാരും ആലോചിച്ചിട്ടുണ്ട്. ഇൻഫോപാക്കിന്റെ ഭാഗത്ത് ഇഷ്ടം പോലെ ഭംഗിയുള്ള പെൺപിള്ളേർ. നന്നായിട്ട് വായി നോക്കാറുണ്ട് ഞാൻ. നന്നായിട്ട് നോക്കും. ചിലതിങ്ങനെ പോകുമ്പോ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പറയും നോക്കൂ 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 നോക്കുന്നു. ഞാൻ അങ്ങനെ വിളിച്ച് കാണിച്ചു. നിർത്തി നോക്കാനും പറ്റൂല, അപ്പൊ ബാക്കിലുള്ള ഹോൺ അടിക്കും. അതാ പ്രശ്നം. നല്ല രീതി. ഇതാണ് ഐക്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിനെയാണ് ഐക്യം എന്ന് പറയുന്നത്. ആർക്കാണ് ദേഷ്യം കൂടുതൽ? എന്തിനീ വടി ഇങ്ങോട്ട് നീങ്ങിക്കണേ, മാറിപ്പിക്കരുത്. എന്തിനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാറ്? എന്നോടോ? ഇവള് ദേഷ്യപ്പെടണോ? അല്ലല്ല, ഇവള് എന്നോട് ദേഷ്യപ്പെടണല്ലേ, അത് ഞാൻ ദേഷ്യപ്പെടണോ? അതായത് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയും. എസ്പെഷ്യലി ഞാൻ പറയുന്നുണ്ടാവുക വൃത്തിയുടെ കാര്യത്തിലാണ്. എനിക്ക് വൃത്തി, ഞാൻ കുറച്ച് OCD ഉള്ള. ഹലോ, ഒരു സെക്കൻഡ്. ഞാൻ വൃത്തിയും മനയില്ലാത്ത ആളൊന്നല്ല, അങ്ങനെയല്ല പറയണേ. നീ അത് പറയുമ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയണം. ആൾക്കാർ മാസത്തിൽ ഒരിക്കൽ കുളിക്കുള്ളൂ അല്ലെ, അങ്ങനെയൊക്കെ സത്യം. അല്ല, അങ്ങനെയൊന്നുമല്ല. സ്ലിപ്പറ്റ് കട്ടിയുള്ള സാധനം കിട്ടി. ഓക്കെ, മാസത്തിൽ ഒരിക്കൽ കുളിക്കുന്ന സീരിയൽ താരം അല്ലെങ്കിൽ സിനിമാ താരം. എടാ അതല്ല അളിയാ, അതെന്താ സംഭവം അറിയോ? ഇവക്ക് വീണ്ടും നീ വൃത്തി അതല്ല. ഇവക്ക് ഞാൻ പറയട്ടെ, ഒരു കത്തി നമ്മൾ എടുത്തു, എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്തു, ഈ കത്തി നമ്മൾ അപ്പൊ തന്നെ കഴുകിയിട്ട് ആ കത്തി ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം. അതിന്റെ വൃത്തിയൊക്കെ പരിപാടി. അത് കത്തി കുറച്ച് കഴിഞ്ഞ് വെച്ചാലും കത്തി അവിടെ തന്നെ പോയിരിക്കില്ല. കത്തി നമ്മളൊരു കംപ്ലൈന്റ് പറയുന്നില്ലല്ലോ. ഒരു ചെയർ, ഞാൻ ഇരുന്ന ചെയർ ഞാൻ എണീറ്റ് വരുമ്പോ ചെയർ ചിലപ്പോ തിരിഞ്ഞു കിടക്കണ്ടാവും, പറ്റില്ല. ആ ചെയർ എവിടെയാണ് അതിന്റെ 4 കാലുകളും ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെ പ്രശ്നമല്ലേ? ഇതിനാണ് അടി പൊട്ടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ എന്താ ഉറക്കത്തിൽ ആരാണ് കൂർക്കം വലിക്കാറ്? വടി കയ്യും കണ്ണും കാലൊക്കെ നീണ്ടത് നല്ല പോലെ ഞാൻ വായ അടച്ചു വെക്കാറുണ്ട്. കൂർക്കമ്പലി നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാറുള്ളത് ഉറക്കത്തില്? ഞാനോ വിളിക്കും, എണീക്കാൻ പറയും, അപ്പൊ ഉറക്കം പോവല്ലോ. ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമ്പോ ആരാണ് ആദ്യം സോറി പറയുന്നത്? ആ വീട്ടിലമ്മക്കിന്റെ അമ്മയിലും ഉണ്ടാക്കി തരും, ഇവിടെ ആകെ ഇവള് മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ. ഞാൻ പട്ടിക എനിക്ക് വിശക്കാൻ വയ്യ, എന്താണോ. അതുകൊണ്ട് നമ്മൾ നേരെ കണ്ട് ഓക്കെ റെഡി ആകാൻ കൂടുതൽ ടൈം എടുക്കുന്നതാണ്. അത് സ്വാഭാവികം. ഏകദേശം എത്ര മിനിറ്റ് ആണ്, മണിക്കൂറാണ്? എനിക്ക് കുളിക്കാനും കുളി കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പോരാനും കൂടി 7 മിനിറ്റ് മതി. എനിക്കൊരു 10 മിനിറ്റ്, 70 മിനിറ്റ്. 10 മിനിറ്റ് ഒന്നും പോരാ, ഒക്കണോ? 15 മിനിറ്റ്, 20 മിനിറ്റ്, 15. ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നത്?
ഞാൻ പറ ഞാൻ. ആണോ അതെ എന്താണ് ശരിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കി? ഇവളുണ്ടാക്കുന്നതോ? ഇവള് കുറെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കും. ഇവര് കർണാടകയിലായിരുന്നു, മംഗലാപുരം അവിടെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ചില സാധനങ്ങളുടെ പേരല്ല, കാക്രി കൂക്രി പറഞ്ഞിട്ടുള്ള കുറെ പേരുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. എന്തായാലും ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റേറിയൻ സംഭവം, ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതിന്റെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇവള് അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. ഓക്കെ ഓക്കെ നൈസ്. എന്ത് നോക്കേ. ഞാൻ ഫസ്റ്റ് പ്രേമം എത്രാം ക്ലാസ്സിലായിരുന്നു? കൊള്ളാലോ. ഏകദേശം ഇവിടുന്ന് ലൈവ് വെച്ച് വിടുന്നില്ലേ? ക്യാമറയുടെ പുറകിൽ വേണ്ട. പലരും ആങ്കറെ തെറി വിളിക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ഇതിന്റെ പുറകിൽ കുറെ പേര് ടാർഗറ്റ് തരാം, ടാർഗറ്റ്. അപ്പൊ അതെ, നമ്മുടെ തീരാൻ പോകണ്ട. കൂടുതൽ പൈസ ചെലവാക്കുന്നവരാണ്. എന്തിനാണ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോ? വളരെ ഞാനാണ് കൂടുതൽ പൈസ ചെലവാക്കുക. എന്തിനു? ഇവക്ക് വേണ്ടിട്ട്. ഒന്ന് പോയിക്കോ. വെറുതെ കേട്ടോ, വെറുതെ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. ചെലവാക്കുന്ന ആള് ഇയാളെ. ലാസ്റ്റ് തേട്ടാ, പൊസസീവ്നെസ് ആർക്കാണ് ഏറ്റവും കൂടുതലായിട്ട്? അതും എന്ത് കാര്യത്തില്? എന്തൊരു നിഷ്കുഭാവം. ഇല്ല, അതിനോട് ചെവിയിൽ പറ. എന്തെങ്കിലും ഒരു എന്തിനാന്നുള്ളതാണ്. ഇപ്പൊ രണ്ടുപേരും എന്നോട് വന്ന് സംസാരിച്ചതിന് ഇച്ചിരി പൊസസീവ് ആവുന്ന ആളാണ്. അതൊന്നും സംഭവം സത്യം. ഇവിടെ ഈ എറണാകുളത്തേക്ക് വരുമ്പോ എനിക്ക് എന്റെ കൂട്ടുകാരാണ് ഇവിടെ മുഴുവൻ ഉള്ളത്, അല്ലെങ്കിൽ ഞാനാണ് കണക്ഷൻസ് മുഴുവൻ ഉള്ളത്. അപ്പൊ എവിടെ പോയാലും എനിക്കാണല്ലോ കുറെ കൂട്ടുകാരും ഇവിടെ ഉള്ളത്. ഇവരൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തും. ഇവരൊക്കെ ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഗ്രേറ്റാ. സകല ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട്, കുറെ ലൈക്ക് ഹൈ പോസ്റ്റിലിരിക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ഒരു ഭയങ്കര റെസ്പെക്ട്ഫുള്ളി അങ്ങനെ മാഡം അല്ലെങ്കിൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ഇവര് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ കത്തിരിച്ച് തമാശയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അവര്. അത് പൊസസീവ്നെസ് എന്ന് പറയാൻ പറ്റുമോ അതിനെ? അതിന് മലയാളികൾ പറയുന്ന ഒരൊറ്റ പേരല്ലേ ഉള്ളൂ, കണ്ണുകടി, അസൂയ, ഏകദേശം ആ കാറ്റഗറി. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം തീർന്നിരിക്കും. എന്തായാലും ബ്രോ, എന്തായാലും ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യം. എനിക്ക് ആ കൺമഷിയുടെ അതിന്റെ ക്യാരക്ടറിലേക്ക് മാറിയപ്പോ തെയ്യം, ആ ഒരു സെറ്റപ്പ് എല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര, ഒന്നാമത് അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര രസമായിട്ടുണ്ട്. മൊത്തത്തിൽ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ എല്ലാ ഓരോ മൂവ്മെന്റ് ഷോട്ടുകളാണ്. എവിടെയും നിൽക്കുന്നില്ല, നമ്മളൊരു ആൽബം കണ്ടു തീർക്കുന്ന ആ ഫീലില് നമുക്കത് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ് വർക്കൗട്ട്? ഈ കൺമഷി ശരിക്ക് ഒരു കുറുമാലി പുഴയുടെ തീരത്ത് എന്ന് പറയുന്ന ഒരു പാട്ട് മാത്രമാണ്. അത് അങ്ങനെയായി ആ പാട്ടിലേക്ക് അഞ്ജലി മുകുന്ദം ചെയ്യുന്ന, അഞ്ജലി കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ചെയ്യാറുണ്ട്, അവരുടെ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള കുറെ വീഡിയോസ്. അപ്പൊ അതിലുള്ള ഒരു പാട്ടാണ്, ഒറിജിനൽ സോങ് ആണ് ശരിക്കും കുറുമാലിപ്പുഴയുടെ തീരത്ത്. ആ പാട്ടിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം രാമു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തുണ്ട്, ഈസ് എ മ്യൂസിഷ്യൻ. അപ്പൊ രാമു വഴിയാണ് എന്നെ കണക്ട് ചെയ്യുന്നത് ആക്ച്വലി. അങ്ങനെ അതില് അഭിനയിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. പക്ഷെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ചും കൂടി സാധ്യതകളുള്ള പോലെ ഫീൽ ചെയ്ത്, ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു നല്ല സ്കെയിലിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായി. അങ്ങനെ അതിനൊരു കഥയുണ്ടാക്കി. ആ കഥയിൽ കുറെ കഥാപാത്രങ്ങൾ വന്ന് ഞാനത് ഇങ്ങനെ ആദ്യം കുറെ ഇമാജിനറി വിഷ്വൽസ് ആണ് അഞ്ജലിയുടെ അടുത്ത് പറഞ്ഞത്. ഈ രാത്രി കുറെ നമ്മള് ഓയിൽ പെയിന്റിങ്, മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ പോലെയുള്ള കുറെ ഇമാജിനറി വിഷ്വൽസ് വന്നു. തെയ്യം എന്ന് പറയുന്ന ഒരു പ്ലോട്ട് അതിന് മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഒരു കഥ ഫോം ചെയ്തു. ആ കഥ കേട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് വർക്കായി, അവർക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞു നമുക്കൊന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് വലിയ ബഡ്ജറ്റ് വരും, കാരണം അത്രയും ഒരു 25 മിനിറ്റിന്റെ ഉള്ളിലുള്ള ഒരു സംഭവം ചെയ്യാൻ അത്യാവശ്യം നമുക്ക് ഓൾമോസ്റ്റ് അത്ര തന്നെ പൈസ, ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്. അപ്പോൾ അത്രയും പൈസയൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വരണം. പക്ഷെ അത് അവർ തന്നെ ചെയ്ത അഞ്ജലി അങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടായതാണ്. അങ്ങനെ നമ്മൾ ഓരോരോ ക്യാരക്ടർ കൺസീവ് ചെയ്തെടുത്തു. ആ കഥാപാത്രങ്ങൾക്ക് വേണ്ട രൂപം ഉണ്ടായി വന്നു, അല്ലെങ്കിൽ തോന്നി മനസ്സിൽ ഇങ്ങനെ വന്നു. തെയ്യം എന്ന് പറയുന്ന പരിപാടി വന്നപ്പോൾ തെയ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഒരു നിശ്ചിത തെയ്യം പഠിച്ചു. അതിന് ശിവദാസൻ മട്ടന്നൂർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം വന്ന് പഠിപ്പിച്ചു തന്നു. അതവിടെ ഷൂട്ടിൽ ചെയ്തു, അല്ലെങ്കിൽ ലൊക്കേഷനിൽ വെച്ചിട്ട് ചെയ്തു. പിന്നെ ഇത് ഇത്രയും പണി എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ടീമാണ്, എൻ്റെ കൺമഷി എന്ന് പറയുന്ന ടീം കൺമഷി എന്നാണ് പറയുക. ടീം കൺമഷി മുഴുവൻ അതിനൊറ്റ
മൊട്ടീവിലാണ് നിന്നത്. ഒരൊറ്റ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഏറ്റവും ഭംഗിയിൽ കൺമഷി പുറത്തേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ അതിന്റെ ഓരോ ഫ്രെയിമും നല്ല ഭംഗിയുള്ളതായി. ഷിഹാബാണ് അതിന്റെ ക്യാമറ ചെയ്ത് കൃത്യമായിട്ട് അതിനെ തന്നെ ഫിലിമിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാപ്ചർ ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഭംഗിയിൽ അതിനെ കട്ട് ചെയ്തത് സച്ചിനാണ്. കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വിഷ്ണു ശിവശങ്കറാണ്. അവിടെയുള്ള ഓരോ മൊമെന്റ്സിനെയും ലൈവായിട്ട് സിങ്ക് ആയിട്ട് അതിന്റെ വോയിസ് എടുത്ത് സൗണ്ട് എടുത്ത് അതിനെ മിക്സ് ചെയ്ത് പ്രോപ്പറായി ചെയ്ത് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് കൊത്തയിലൊക്കെ വർക്ക് ചെയ്ത് അതിന് ഏറ്റവും ഭംഗിയിൽ കളർ ചെയ്ത് ഗ്രേഡ് ചെയ്ത് ലിജു ചേട്ടൻ വന്നു. അപ്പൊ അതിന്റെ ടീം മുഴുവൻ വന്നപ്പോൾ കൺവെൻഷൻ നല്ല ഭംഗിയുള്ളൊരു മൊത്തത്തിൽ ആളുകൾ അത് ഏറ്റെടുത്തണം. ഭയങ്കര രസമായിട്ടുണ്ട് നമുക്കത്. കാരണം നമുക്കത് കണ്ടിരിക്കാൻ തോന്നും, സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കാൻ തോന്നുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു VFX പോലും നമ്മൾ അത്യാവശ്യം പൈസ ചെലവാക്കിയിട്ട് നല്ലൊരു ഫിലിം മേക്ക് ചെയ്തേക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ നല്ല നല്ല വൃത്തിക്കാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ആ കഥ എന്താണോ ആ കഥയിലേക്ക് ആൾക്കാർ ഇന്നാവാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നാ ടൈറ്റിൽ ഗ്രാഫിക്സ് ആണ്. കാരണം അതൊരു പാമ്പിന്റെ POVയിലാണ് ടൈറ്റിൽ ഗ്രാഫിക്സ് കാണിക്കുന്നത്. ഒരു സർപ്പം അല്ലെങ്കിൽ അത് ഈ കഥയിലെ ഒരു അപ്പൊ പാമ്പ് കാണുന്ന രീതിയിലാണ് അല്ലെങ്കിൽ സർപ്പം കാണുന്ന രീതിയിലാണ് കഥ പോണത്. അപ്പൊ ഇനി ആ ടൈറ്റിൽ ഗ്രാഫിക്സ് കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും അത് അതിന്റെ POVയാണ് ആ പരിപാടി. അങ്ങനത്തെ ഒരു ഇല്യൂഷൻ ആയിട്ടുള്ള ഒരു വ്യൂവിലൊക്കെയാണ് ആ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേരെ കഥയിലേക്ക് കയറുന്നു. ശരിക്കും അതൊരു കഥാപാത്രത്തിലേക്ക് മാറുക മാത്രമല്ല, അത്രയും ഒരു ദൈവികമായിട്ടുള്ള ഒരു കലാരൂപം അത് നമ്മൾ അണിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയല്ല നമ്മൾ അതിന്റെ വ്രതമൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ട്, ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മള് ഒരു നമ്മുടെ കഷ്ടപ്പാടിന് ഒരു നേരത്തെ പറഞ്ഞ ഒരു മൂല്യം, അത് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് എന്തെങ്കിലും കിട്ടണ്ടേ? ഉറപ്പായിട്ടും നമ്മള് എന്താ പറയാ, പണ്ട് പൊറോട്ട മറ്റേ ഞങ്ങളുടെ ഓഡീഷൻ ഷവർമ കഴിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാനിപ്പോ കഴിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഇവിടം വരെ എത്ര അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡ്, ഇതെല്ലാം ഇതിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ബ്രോ. ഓരോ സ്റ്റെപ്പും വെക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്. ആ ഓരോ യാത്രയിൽ കൂടിയിരിക്കുന്ന ആൾക്കാർ ആരും തെറ്റിയിട്ടില്ല. ശരിയാണെങ്കിലും എല്ലാം നല്ലൊരു യാത്രയ്ക്ക് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇനിയും വിചാരിച്ച ആ ഒരു തലത്തിലേക്ക് എത്തും. എന്തായാലും ആഗ്രഹങ്ങളിലേക്ക് എത്തട്ടെ, എന്തായാലും എത്തും. അതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ എന്തായാലും എപ്പിസോഡിലേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. ഇനിയും നമ്മൾ പറഞ്ഞു ഇങ്ങനെ അങ്ങ് പോകും. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം വെച്ച് നോക്കണമെങ്കിൽ പണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാള് നമ്മൾ സ്വപ്നം കണ്ടോണ്ടിരുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രോ, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, അവിടെ എത്തണം ഇവിടെ എത്തണം. അതൊക്കെ ഓരോന്നും ബ്രോ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കിട്ടട്ടെ ഒരുപാട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിലേക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റട്ടെ. സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു. ക്ലോസ്